ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് മെയ് 1 ലേബർ ഡേ ആണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് കിങ് അഹമ്മദ് ഹോസ്പിറ്റലിലേക്കാണ്. കിങ് അഹമ്മദ് ഹോസ്പിറ്റലിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. 8 മണിക്ക് തുടങ്ങിയ ക്യാമ്പാണ്. 12:30 വരെയാണ് ക്യാമ്പിൻ്റെ ടൈം കൊടുത്തിരിക്കുന്നത്. ഏകദേശം 100-100ഓളം ആൾക്കാരാണ് അവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങളും അങ്ങോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ അതിലേലെത്തി നികാസിനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മുഹറക്കിലുള്ള കിങ് അഹമ്മദ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലേബർ ഡേയെ പ്രമാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ കിങ് അഹമ്മദ് ഹോസ്പിറ്റലിൻ്റെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് മോറക്കിലുള്ള കിങ് അഹമ്മദ് ഹോസ്പിറ്റലാണ്. ഇന്ന് ലേബർ ഡേ ആണ്. ലേബർ ഡേ പ്രമാണിച്ച് കൊല്ലം പ്രവാസി അസോസിയേഷൻ നടത്തുന്ന 17ാമത് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സ്നേഹസ്പർശം എന്ന പേരിലാണ് നമ്മളുടെ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ നടക്കുന്നത്. ഇന്ന് 8 മണി മുതൽ തുടങ്ങിയ ഒരു ക്യാമ്പാണ്. ഏകദേശം ഉച്ചയ്ക്ക് 12:30-1 മണി വരെയൊക്കെ ഈ ക്യാമ്പ് നീണ്ടു നിൽക്കും. 100ഓളം ആൾക്കാരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമ്പിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 10:30 മണിയോളമായി. 30ഓളം ആൾക്കാർ ഓൾറെഡി ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്തായാലും ലേബർ ഡേ പ്രമാണിച്ച് ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 2-3 കൊല്ലം മുൻപ് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതാണ്. എന്തായാലും രക്തദാനം മഹാദാനം എന്നാണല്ലോ. നമ്മളെ ബ്ലഡ് വെച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ, ഏതെങ്കിലും ജീവൻ നിലനിർത്താൻ നമ്മളെ ബ്ലഡ് ഉപകരിക്കുമെങ്കിൽ അതിൽ പര സന്തോഷം വേറൊന്നുമില്ല. എന്തായാലും ഞാൻ ഈ ലേബർ ഡേ പ്രമാണിച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പേസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. എൻ്റെ 7ാമത് ബ്ലഡ് ഡൊണേഷൻ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളൊന്നും ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചു. ലേബർ ഡേ പ്രമാണിച്ച് ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിലുള്ള രക്തം ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവൻ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല. രക്തത്തെ സംബന്ധിച്ചിടത്തോളം രക്തത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എന്തായാലും രക്തദാനം മഹാദാനം എന്നാണ്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വലിയൊരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.